നിങ്ങളുടെ മെൻറ്റർ പറയുന്ന റൂമിൽ ക്ലാസ് റൂമിൽ എത്തുക. എക്സാം അവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാം. എല്ലാവരും പ്രസന്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ആരും എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. സീരീസിന്റെ മാർക്ക് അറിയാലോ, നിങ്ങളുടെ ഇന്റേണൽ മാർക്സിനോട് കൂടി എഫക്ട് ചെയ്യുന്ന മാർക്കാണ് സീരീസ് 1ഉം സീരീസ് 2ഉം അതുപോലെ തന്നെ അസൈൻമെന്റ്സും. ഓക്കെ, അപ്പോൾ പോർഷൻസ് എത്രയാണ്? ചൊവ്വാഴ്ച വരുന്ന കമ്മിങ് ട്യൂസ്ഡേ വരെയുള്ള നമ്മൾ പഠിപ്പിച്ച പോർഷൻസ് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി ഇടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ എവിടം വരെയാണോ തീരുന്നത്, ഓക്കെ, തീരുന്നത് വരെയുള്ള ഏകദേശം നമുക്ക് 2-3 സെക്ഷൻസ് കൂടെ ഉണ്ട്. അതോടെ കവർ ചെയ്യുമ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ട്യൂസ്ഡേ കൊണ്ട് തീർന്നാൽ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇടാം, അല്ലെങ്കിൽ അവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തത് ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്സ് ആണ്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. 3 ഓപ്പറേഷൻസ് ആണ് എടുത്തത്: യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് റിംഗ് സം. അപ്പോൾ യൂണിയൻ ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രാഫിന്റെ വേർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റ്സും കമ്പൈൻ ചെയ്യുന്ന പുതിയ ഗ്രാഫിനെയാണ് യൂണിയൻ ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത് 2 ഗ്രാഫുകളുടെ കോമൺ ആയിട്ടുള്ള വെർട്ടിസസും എഡ്ജസും വരുന്ന പുതിയ ഗ്രാഫിനെയാണ് ഇന്റർസെക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. റിംഗ് സം G1 റിംഗ് സം ഓഫ് G2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സ് സെറ്റ് 2 ഗ്രാഫിലെയും വെർട്ടിസസ് സെറ്റും എന്നാൽ G1 G2 കോമൺ ആയിട്ടുള്ള എഡ്ജസ് അല്ലാത്തത്. ഐദർ G1 ഓർ G2 എഡ്ജസ് മാത്രം ഉൾക്കൊള്ളുന്ന പുതിയ ഗ്രാഫിനെയാണ് റിംഗ് സം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ G1 യൂണിയൻ G2, G1 intersection G2 and G1 ring sum G2. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം നോട്ട് എഴുതുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. റിസൾട്ട്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ റിസൾട്ട്, അതായത് ഞാൻ അവിടെ നോട്ടിൽ ക്യൂമുലേറ്റീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് നിങ്ങൾ നോട്ട് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഈ റിസൾട്ടിന്റെ സെക്ഷൻ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമ്മ്യൂട്ടേറ്റീവ് ആക്കണം. G1 union G2 equal to G2 union G1. Similarly, the 3 operations are satisfied commutative law. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി which holds in addition, multiplication. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ we know that 5 plus 2 equal to 7, which is also equal to 2 plus 5. അല്ലേ? അതായത് 5 അത് എഴുതിയാലും 5 രണ്ടാമത് എഴുതിയാലും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആൻസർ ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ we know that 5 minus 3 equal to 2, but 3 minus 5 equal to -2. അല്ലെ? 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്, which does not hold commutative property. In our case, in graph, union, intersection and ring sum holds commutative property. അതാണ് റിസൾട്ട് 1 പറയുന്നത്. ഇനി സെക്കൻഡ് റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത് G1 and G2 are edge disjoint. അപ്പൊ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. What is edge disjoint? Anybody? What is edge disjoint graphs? ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ വരുമ്പോൾ അറിയാമായിരിക്കണം. എന്നാലാണ് തീരത്തിലൊക്കെ നമ്മളിത് പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എഡ്ജ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജസ് 2 ഗ്രാഫിലും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതായത് കോമൺ എഡ്ജസ് ഉണ്ടാവില്ല. G1 എഡ്ജസ് ആയിരിക്കില്ല, G2 ഉള്ളത്. അപ്പൊ രണ്ടും 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 എഡ്ജസ് വരുന്ന 2 ഗ്രാഫ്സ് ആയിരിക്കണം. അപ്പൊ if G1 and here in the case നമ്മളിവിടെ G1 G2 എടുക്കുന്നത് എഡ്ജ് ഡിസ്ജോയിന്റ് ഗ്രാഫ് ആണെങ്കിൽ then what is G1 intersection G2? G1ഉം G2ഉം എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. What is G1 intersection G2?
ഒന്നും ഉണ്ടാവില്ല എന്നല്ല നൾ ഗ്രാഫ്. അപ്പൊ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വാട്ട് ഇസ് അപ്പൊ നൾ ഗ്രാഫ്? നൾ ഗ്രാഫ് ആണ്, പക്ഷെ ഒന്നും ഇല്ലാന്നാണോ അതിനർത്ഥം? ഡെഫിനിഷൻ ഓഫ് നൾ ഗ്രാഫ്. നൾ ഗ്രാഫ്, നൾ ഗ്രാഫ് എന്താണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? നമ്മള് എഡ്ജ് ഇല്ലാത്ത വെർട്ടെക്സുകൾ മാത്രമുള്ള ഗ്രാഫിനെയാണ് നൾ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ സെറ്റിലായിട്ട് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നൾ സെറ്റ്, എം ടി എന്നൊക്കെ പറയുന്നത് പോലെ 5 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇല്ല എന്നാണല്ലോ നമ്മൾ മീൻ ചെയ്യുന്നത്. പക്ഷെ ഗ്രാഫിന്റെ കേസിൽ എഡ്ജസ് ഉണ്ടാവില്ല, വെർട്ടിസസ് മാത്രമുള്ള ഗ്രാഫിനെയാണ് നൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒന്നുമില്ലാതെ അവിടെ ഒരു ശൂന്യതയല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നള്ളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സ് ഉള്ളി. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അങ്ങനെയാണ്, എഡ്ജ് ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ രണ്ട് ഗ്രാഫിലും കോമൺ ആയിട്ട് എഡ്ജസ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ അവിടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? നൾ ഗ്രാഫ് ആയിരിക്കും. ഇനി അവിടുത്തെ റിംഗ് സമ്മിനെ നമുക്ക് G1 യൂണിയൻ G2നോട് ഈക്വൽ ആയിരിക്കും. The ring sum of G1 G2 is equal to G1 union G2. അപ്പൊ എന്താണ് റിംഗ് സം എന്ന് അറിഞ്ഞിരിക്കണം. റിംഗ് സം മീൻസ് രണ്ട് ഗ്രാഫിലെയും എല്ലാ വെർട്ടെക്സ് സെറ്റും ഉണ്ടായിരിക്കും. അതുപോലെ കോമൺ ആയിട്ടുള്ള എഡ്ജ് മാത്രമായിരിക്കും ഉണ്ടാവില്ലാത്തത്. അല്ലെങ്കിൽ G1ലെയോ ഓർ G2ലെയോ എഡ്ജസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും എഡ്ജ് ഡിസ്ജോയിന്റ് ഗ്രാഫ് ആണെങ്കിൽ the ring sum is also equal to its union. Okay. അതുപോലെ തന്നെ സിമിലർലി വെർട്ടെക്സ് ഡിസ്ജോയിന്റ് ആണെങ്കിലും എന്ത് തന്നെയാണ്? അതിന്റെ ഇന്റർസെക്ഷനും ഓക്കെ. വെർട്ടെക്സ് ഡിസ്ജോയിന്റ് ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഇന്റർസെക്ഷൻ? ഒന്ന് അവർക്ക് പറയാമോ? If G1 and G2 are vertex disjoint, അതായത് G1ലും G2ലും ഉള്ള വെർട്ടിസസ് അല്ല, രണ്ട് വെർട്ടിസസും സെറ്റും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇന്റർസെക്ഷൻ? ഇത്തരത്തിലൊരു കേസിൽ വരുമ്പോൾ നമുക്ക് പറയാം എന്താണ്? ഒന്നുമില്ല അല്ലെ, എം ടി ആണ്. വെർട്ടെക്സ് കോമൺ വന്നാൽ മാത്രമാണ് എഡ്ജസ് അവിടെ ഉണ്ടാവുള്ളൂ. വെർട്ടെക്സ് കോമൺ വരാൻ ഒരു പോസിബിലിറ്റി ഇല്ല, ബിക്കോസ് G1 ആൻഡ് G2 ആർ വെർട്ടെക്സ് ഡിസ്ജോയിന്റ്. അപ്പൊ ഈ ഡെഫിനിഷൻസ് അറിയില്ലാത്തവർ ഇതൊക്കെ ഒന്ന് പുറകിലേക്ക് പോയി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. എഡ്ജ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എഡ്ജസ് ഉണ്ടാവില്ല. വെർട്ടെക്സ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള വെർട്ടിസസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. അതുപോലെ ഫോർത്ത് പ്രോപ്പർട്ടി, സെയിം ഗ്രാഫ് ഒരേപോലെയുള്ള, അതായത് G യൂണിയൻ G, we know that it's again G. G intersection G, it's again G. What is G ring sum G? ആലോചിച്ച് പറയാമോ? എവിടെയെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാട്ടോ. What is G ring sum G? G തന്നെയാണോ? എന്നാലോചിച്ച്. റിംഗ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലെയും വെർട്ടിസസ് സെറ്റുകൾ ഉണ്ടാകും. വെർട്ടെക്സ് സെറ്റ് ഉണ്ട്. എഡ്ജിന്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ്? കോമൺ എഡ്ജസ് ഉണ്ടാവില്ല. ഐദർ G1 ഓർ G2 ആണ്. പക്ഷെ ഇവിടെ ജിയും ജിയും സെയിം ഗ്രാഫ് ആണ്. അപ്പൊ കോമൺ ആയിട്ട് വരില്ലേ എഡ്ജസ് എല്ലാം? ജിയിലുള്ള എഡ്ജസ് തന്നെയായിരിക്കും ജിയിലുള്ളത് അല്ലേ? അപ്പൊ എഡ്ജസ് സെറ്റ് ഒന്നും ഇല്ല. നോ എഡ്ജസ്. കോമൺ എഡ്ജസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, കോമൺ എഡ്ജസ് ആണ് എല്ലാം ആയതുകൊണ്ട് നമുക്കത് വരയ്ക്കാൻ പറ്റില്ല. സോ എന്ത് ഗ്രാഫ് ആയിരിക്കും? either G1 or G2 നല്ലേ? അതെ അതെ, either G1 or G2. യെസ്. അപ്പോൾ വരില്ലേ? ഒന്ന് പറയാം. നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് G തന്നെയല്ലേ? G1 G2 വേറെ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രാഫ് ആണോ? സെയിം ഗ്രാഫ് ആണേ. G അടുത്ത G. ഓക്കെ. ഇതാണ്
രണ്ട് ഗ്രാഫ് അല്ല, ജിയുടെ തന്നെയാണ് എടുക്കുന്നത്. ഇറ്റ്സെൽഫ്, ദ ഗ്രാഫ് ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ ജി യൂണിയൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രാഫിന്റെയും യൂണിയൻ. അതെന്ന് പറയുന്നത് രണ്ടിലുമുള്ള വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ 3 വെർട്ടിസസിന്റെയും 3 എഡ്ജസും വരുന്ന ഒരു ഗ്രാഫാണ് കേട്ടോ എക്സാമ്പിളിനെ കാണിക്കുന്നത്. രണ്ട് ഗ്രാഫ് എന്നല്ല, ഇത് സെയിം ഗ്രാഫ് ആണ്. ഇത് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് സെൽഫ് കോപ്പിയാണ് കേട്ടോ. ഇറ്റ്സ് എ കോപ്പി ഓഫ് ജി. ഓക്കെ, സെയിം ഗ്രാഫ് ആണ്. അപ്പൊ ജി യൂണിയൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെയിം ഗ്രാഫ്. ദ വെർട്ടെക്സ് V1 വേണം, V2 വേണം, V3 വേണം. എന്താണ്? 3 എഡ്ജസും വേണം. അതാണ് യൂണിയൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാലോ, ഈ രണ്ട് ജിയിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 3 വെർട്ടെക്സ് കോമൺ ആണ്, 3 എഡ്ജസും കോമൺ ആണ്. ഓക്കെ, therefore ഇന്റർസെക്ഷനും സെയിം ജി തന്നെ. ഓക്കെ, ഇനി റിംഗ് സമ്മിലാണ് അവിടെ കൺഫ്യൂഷൻ വന്നത്. റിംഗ് സം മീൻസ് രണ്ട് ഗ്രാഫ് ജി, നമ്മളിപ്പോ ജി ദ സെയിം ജി, രണ്ടിലും ഉള്ള മുഴുവൻ വെർട്ടിസസും, ദാറ്റ് ഇസ് V1, V2, V3. ഓക്കെ, വരച്ചു. ഇനി നമ്മൾ എന്താ എടുക്കുക? ദ എഡ്ജസ് ഇൻ ഐദർ G1 ഓർ G2. ഓക്കെ, അതായത് ഇവിടെയും ഉള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമുള്ള എഡ്ജ്. ഇവിടെ എ എന്ന എഡ്ജ് ജിയില് ഒരെണ്ണത്തിൽ മാത്രമാണുള്ളത്, രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് അതെടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കോമൺ ആയിട്ടുള്ളവരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ബി എന്ന എഡ്ജ് ഐദർ ജി ഓർ ജി ആണോ? അല്ല, രണ്ടിലും ഉണ്ട്, അതും പറ്റില്ല. സി എന്ന എഡ്ജ് രണ്ടിലും ഉണ്ട്, കോമൺ എഡ്ജ് ആണ്, അത് എടുക്കാൻ പറ്റില്ല. ഐദർ നമ്മുടെ കഴിഞ്ഞ ദിവസം തന്ന എക്സാമ്പിൾ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോ എന്താണ്? എഡ്ജസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഈ ഗ്രാഫിനെ എന്ത് പേരാ വിളിക്കാൻ നമ്മള്? വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫിനെ it's a null graph. Okay, that is the result. Next, complement of a graph. Complement of a graph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീകമ്പോസിഷൻ ഗ്രാഫിന് മറ്റൊരു തരത്തിൽ പറയുന്ന ഒരു ഡെഫിനേഷൻ ആണ്. Here we take the graph G, a subgraph of G. ഒരു ഗ്രാഫിന്റെ സബ്ഗ്രാഫ് ആണ് ജി. അറിയാം, ഈ ജി എന്ന പാരന്റ് ഗ്രാഫിൽ നിന്നുള്ള വെർട്ടെക്സും എഡ്ജസും ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന പുതിയ ഗ്രാഫ്, സബ്സെറ്റ് പോലെ. ഓക്കെ, ആ ഗ്രാഫാണ് ജി. ഇവര് തമ്മിലുള്ള റിംഗ് സമ്മിനെയാണ് ജി കോംപ്ലിമെന്റ് ഓഫ് ദ സബ്ഗ്രാഫ് ജി എന്ന് വിളിക്കുന്നത്. എന്താ വായിക്കാം? ജി കോംപ്ലിമെന്റ് ഓഫ് സ്മോൾ ജി ഇൻ ക്യാപിറ്റൽ ജി. അവിടെ പുതിയ ഡെഫിനിഷനിലേക്കൊന്നും പോകണ്ട, ഇത്ര മാത്രം മനസ്സിലാക്കിയിരിക്കുക. ദ റിംഗ് സം ഓഫ് ജി ആൻഡ് ഇറ്റ്സ് സബ്ഗ്രാഫ് വിച്ച് ഇസ് ഓൾസോ known as complement of G in G. ഓക്കെ, അതായത് ആ ഗ്രാഫിലുള്ള എഡ്ജസ് എന്താണെങ്കിലും കോമൺ എഡ്ജസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ റിമൂവ് ചെയ്ത എഡ്ജസ്, ജിയിലുള്ള എഡ്ജസ് ഇല്ലാത്ത പുതിയ ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് അതിനെ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. ജിയിലുള്ള എഡ്ജസ് ഇല്ലാത്ത പുതിയ ഗ്രാഫ് ആണെങ്കിൽ ഇറ്റ് മീൻസ് ജി കോംപ്ലിമെന്റ് എന്നൊരു ഡെഫിനിഷൻ ഉണ്ട് നമുക്ക്. ദ ജി കോംപ്ലിമെന്റ് മീൻസ് ജിയിലുള്ള എഡ്ജസ് അല്ലാത്ത വേറെ എഡ്ജസ് വരുന്ന പുതിയ, അതായത് ആ ഗ്രാഫിലുള്ള എഡ്ജസിനെ ഒഴിവാക്കിയിട്ട് അടുത്ത ഒരു കോംപ്ലിമെന്റ് വരയ്ക്കുന്നതിനെയാണ് ജി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത് സെയിം ഗ്രാഫ്. ഓക്കെ, ഇവിടെ നമ്മൾ റിംഗ് സമ്മിനോട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്, രണ്ട് സബ് ഗ്രാഫിന്റെ കേസിൽ. ഈ ഡെഫിനിഷൻ നമുക്കില്ല, നമ്മൾ ഈ ഒരു ഡീകമ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഡീകമ്പോസിഷൻ.
അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇതിന്റെ ഒരു തിയറം ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു റിസൾട്ടും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡീകമ്പോസിഷൻ, ഇതും സബ് ഗ്രാഫിന്റെ കേസിൽ വരുന്ന ഒരു ഡെഫിനിഷൻ ആണ്. എ ഗ്രാഫ് G is said to have been decomposed into two graphs. A graph G is decomposed into two subgraphs G1 and G2. അതായത് G എന്ന ഒരു മെയിൻ ഗ്രാഫിനെ രണ്ടാക്കി ഡികമ്പോസ് ചെയ്യാണ്, രണ്ട് സബ് ഗ്രാഫ്സ് ആക്കി മാറ്റുന്നു. സച്ച് ദാറ്റ് ദ കണ്ടീഷൻസ് ആർ, ആ കണ്ടീഷൻ ആണ് പഠിക്കേണ്ടത്. രണ്ട് സബ് ഗ്രാഫ്സ് കിട്ടുമ്പോൾ നമുക്ക് അവരുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ പാരന്റ് ഗ്രാഫ് ആയിരിക്കണം. രണ്ട് സബ് ഗ്രാഫോടെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിന്റെ പാരന്റ് ഗ്രാഫ്, ഏത് ഗ്രാഫിൽ നിന്നാണോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് ആ ഗ്രാഫിലേക്ക് നമുക്ക് എത്തണം. മറ്റൊരു കണ്ടീഷൻ, ഓർത്തിരിക്കാൻ എളുപ്പമുള്ള കണ്ടീഷനാണ് G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് ഒരു നൾ ഗ്രാഫും ആയിരിക്കണം. സിമ്പിൾ കണ്ടീഷൻസ് ആണ്. ഡികമ്പോസിഷൻ ഓഫ് ടു ഗ്രാഫ്, ആ ടു ഗ്രാഫ് എന്തായിരിക്കണം? സബ് ഗ്രാഫ്സ് ആയിരിക്കണേ. G എന്ന ഗ്രാഫിന്റെ സബ് ഗ്രാഫ്സ് ആയിരിക്കണം. എക്സാമ്പിൾ വരയ്ക്കാം കേട്ടോ. അപ്പോൾ G1 and G2 are said to be decomposed graph of a graph capital G such that the subgraph union of two subgraphs equal to the parent G and the intersection of two subgraphs equal to a null graph. Okay. അപ്പോൾ നമുക്ക് ഒരു പാരന്റ് ഗ്രാഫ് വരയ്ക്കാം, ഒരു G എന്നൊരു ഗ്രാഫ്. E7, ഇതാണ് G എന്ന ഗ്രാഫ്. നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഒത്തിരി സബ് ഗ്രാഫ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? എത്ര സബ് ഗ്രാഫ്സ് ഉണ്ടാക്കാൻ പറ്റും ഈ ഗ്രാഫിൽ നിന്ന്? അതിന്റെ ഒരു കൗണ്ട് അറിയാമോ? ഓക്കെ, അത് പോട്ടെ. A is equal to set ABC. How many subsets in set ABC? ABC എന്ന സെറ്റിൽ നിന്ന് എത്ര സബ്സെറ്റ് നമുക്ക് പറ്റും? സബ്സെറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സെറ്റ് ABC ആണെങ്കിൽ അവിടെ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, സബ്സെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പറയാണ്. ഈ ഒരു, അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഗ്രാഫും സെറ്റും തമ്മിൽ കുറച്ചധികം കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ടോ? അതാണ് പറയുന്നത്. അതായത് സിംഗിൾട്ടൺ സെറ്റ്സ് അല്ലേ? അതായത് പാരന്റ് സെറ്റിൽ നിന്ന് നമ്മൾ ആ സെറ്റുകളിലെ എലമെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അടുത്തടുത്ത സെറ്റുകൾ, ഇതൊക്കെ ഈ എയുടെ സബ്സെറ്റുകളാണ് അല്ലെ? അപ്പൊ സിംഗിൾട്ടൺ ആയിട്ടുള്ള ഇവര് മൂന്നും സബ്സെറ്റ് ആണ്. ഇനി പെയറാക്കാം, AB രണ്ടെണ്ണം വെച്ചെടുക്കാം, AC BC അല്ലെ? പിന്നെയോ the same set ABC itself is a subgraph. അതായത് A എന്ന സെറ്റും എന്ത് തന്നെയാണ്? ആ ഗ്രാഫിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, സബ്സെറ്റ്. ഇനി എന്താണ്? ഒരു നൾ സെറ്റ്, ഒന്നും ഇല്ലാത്ത അതാ ഇങ്ങനെയുള്ള നള്ളിറ്റി, അതും ഇതിന്റെ സബ്സെറ്റ് ആണ്. എത്ര എലമെന്റ്സ് ഉണ്ട് അപ്പോ? 1 2 3 4 5 6 7 8. ഓക്കെ, ദാറ്റ് ഈസ് 8 സബ്സെറ്റ്സ് അല്ലെ? 8 സബ്സെറ്റ്സ് ഉണ്ട്. ഇതിന് നമുക്കൊരു ഫോർമുലയുണ്ട്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇൻ എ. എന്തായിരുന്നു ഫോർമുല? ഓർക്കണ്ടോ? 2 raised to n, where n is the number of elements in A. A എന്ന സെറ്റിലെ
എലമെന്റുകളുടെ എണ്ണമാണ്. ദാറ്റ് ഇസ് 2 ക്യൂബ്. നമുക്കിവിടെ 2 ക്യൂബ് വരും. കാരണം എ ബി സി 3 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ എ എന്ന സെറ്റിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ട് എന്നറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് 2n. നമ്മൾ അത് ഗ്രാഫിൽ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ആണ്. നമ്പർ ഓഫ് എഡ്ജസ് ഉപയോഗിച്ചിട്ടാണ് കാണുന്നത്. ഹിയർ m ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് സബ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is 2 raised to m ആണ്. ഓക്കെ, അപ്പോൾ 2 raised to m. അപ്പോൾ നമുക്കിവിടെ 2 raised to 7 വരും അല്ലെ. 7 സബ് ഗ്രാഫ്സ് വരും. ഓക്കെ, നമുക്കിവിടെ 2 മതി, ഒരു പെയർ മതി. G1 G2 എന്നുള്ള ഒരു പെയർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കണം? G1 G2 എന്നുള്ള പെയർ യൂണിയൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ യൂണിയൻ നമ്മുടെ പാരഗ്രാഫ് G തന്നെ ആവണം. എന്നാൽ ഇന്റർസെക്ഷൻ എടുത്താൽ എഡ്ജസ് ഒന്നും വരാൻ പാടില്ല, വെർട്ടിസസ് വരാം. അതായത് ഒരു നൾസ് ഗ്രാഫ് ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അപ്പൊ അത്തരത്തിലുള്ള ഒരു G1 G2 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ G1 G2 പറയാം ഡീകമ്പോസ്ഡ് ഗ്രാഫ്സ് ഓഫ് ക്യാപിറ്റൽ G. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് ഇവിടെ വരയ്ക്കാം. ഈ സെയിം ഗ്രാഫിൽ നിന്ന് എടുക്കുന്ന സബ് ഗ്രാഫ് ആണ് കേട്ടോ. V1 V2 V3 V4. എഡ്ജസ് ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ പെയിൻ ഗ്രാഫിലുള്ള ഗ്രാഫിൽ നിന്ന് എടുക്കുന്ന അതേ വെർട്ടിസസും അതേ എഡ്ജസും തന്നെ. ഇതാണ് ഞാനെടുത്ത സബ് ഗ്രാഫ് G1. ഇനി G2 എടുക്കുമ്പോൾ നമ്മളത് കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ G ആയിരിക്കണം. അപ്പൊ ഇനി നമ്മൾ എടുക്കാത്ത വെർട്ടെക്സ് എടുക്കാത്ത എഡ്ജസ് എന്ന് പറയുന്നത് E6ഉം E4ഉം E5ഉം ആണ്. അപ്പൊ അത് വരുന്ന വെർട്ടെക്സുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കാരണം ഇന്റർസെക്ഷൻ എടുത്താൽ നള്ളിറ്റി വന്നാൽ മതി. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഗ്രാഫ് കോമൺ ആവാൻ പാടില്ല. ഗ്രാഫ് കോമൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. ബിക്കോസ് ദ കണ്ടീഷനിൽ G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് എഡ്ജസ് ഉണ്ടാവില്ല, വെർട്ടിസസ് ഉണ്ടാവാം. ഇറ്റ് മീൻസ് എ നൾ ഗ്രാഫ്. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഇതാണ് G2 എന്ന സെക്കൻഡ് ഗ്രാഫ്. ഇനി നിങ്ങൾ നോക്കിക്കേ, G1 G2 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ G ആവില്ലേ? എല്ലാ എഡ്ജസും ഉണ്ട്. E1 E2 E3 E4 E5 E6 E7 അതുപോലെ തന്നെ വെർട്ടിസസും ഉണ്ട്. അപ്പൊ ഇവര് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫ്. എന്നാൽ ഇവർക്കിടയിൽ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ എന്താ വന്നിരിക്കുന്നത്? നോക്കി പറഞ്ഞേ. what is the intersection of G1 intersection G2? പറഞ്ഞേ. G1 intersection G2 എന്താ? ശ്രദ്ധിക്കുന്നു. നൾ ഗ്രാഫ്. ഏതൊക്കെ വെർട്ടിസസ് ആ വരുന്നേ? കോമൺ ആയിട്ട് വരുന്ന വെർട്ടിസസ് V3ഉം V4ഉം വരുന്നുണ്ടല്ലേ. V3ഉം V4ഉം വരുന്നുണ്ട്. ബിക്കോസ് വെർട്ടിസസ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നൾ ഗ്രാഫ്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. G1 യൂണിയൻ G2 ഇറ്റ്സ് ക്യാപിറ്റൽ G and G1 intersection G2 is a null graph. Therefore, this is a decomposed graph of the capital G. ഇവിടെ തന്നെ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞതാണ്. ഒരു ഗ്രാഫില് m എഡ്ജസ് ഉണ്ട്. എ ഗ്രാഫ് G കണ്ടെയ്നിങ് m എഡ്ജസ്. ഇതൊക്കെ നോട്ടിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാനതിന്റെ തിയറി പാർട്ട് പറയുന്നതാണ്. m എഡ്ജസ്, ആ എഡ്ജസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം E1 E2 എക്സെട്ര EM. ഇപ്പൊ 10 എഡ്ജസ് ആണെങ്കിൽ E10 വരെ.
അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫില് ഡീകമ്പോസ്ഡ് ചെയ്യുന്ന പെയർസ്, അതായത് G1 G2 എന്നുള്ള രണ്ട് ഗ്രാഫുകളായിട്ടാണ് നമ്മളൊരു ഗ്രാഫിനെ ഡീകമ്പോസ് ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും രണ്ടിലധികം ഗ്രാഫുകളായിട്ട് ചെയ്യില്ല, ബിക്കോസ് നമ്മുടെ കണ്ടീഷനിൽ രണ്ട് സബ് ഗ്രാഫ്സ് ഉള്ളൂ. അപ്പോൾ M എഡ്ജസ് വരുന്ന ഒരു ഗ്രാഫില്, ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ഗ്രാഫിൽ ഇത് മാത്രമായിരിക്കില്ല ഈ G1 G2 പെയർ അല്ലെ. യൂണിയൻ എടുക്കുന്ന വേറെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെർട്ടിസസ് എടുക്കാം, വേറെ എഡ്ജസ് എടുക്കാം. കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ G വന്നാൽ മതി, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ ഗ്രാഫും വന്നാൽ മതി. അപ്പൊ ഇതുപോലത്തെ വേറൊരു പെയർ ഓഫ് ഗ്രാഫ്സിനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അതല്ല, നമുക്ക് ഇവിടെ ഈ G2ന് നമ്മുടെ ഇവിടുത്തെ G2ന് G1 എന്ന് കൊടുക്കാം, ഈ G1ന് G2 എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ തന്നെയായി ഒരു G1 G2 നിന്ന് തന്നെയായി രണ്ട് സെറ്റ്, അതായത് G1 G2 എ പെയർ ഓഫ് ഡീകമ്പോസ്ഡ് ഗ്രാഫ് പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. G2 G1 അനദർ പെയർ ഓഫ് ഡീകമ്പോസ്ഡ് ഗ്രാഫ്, അതായത് നമ്മൾ ആ പേരിൽ തന്നെ ഒന്ന് ചേഞ്ച് കൊടുത്തതാ. ആദ്യം G1 G2 എന്ന് എഴുതി, പിന്നെ G2 G1 എഴുതി, അപ്പൊ തന്നെ രണ്ട് സെറ്റായി. ഓക്കെ, രണ്ട് സെറ്റ് ഡീകമ്പോസ്ഡ് ഗ്രാഫായി. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള ഒരു കണക്കൂട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2⁻m−1 -1 different pairs of subgraphs, different ways of subgraphs G1 G2 എന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. റിസൾട്ടിൽ പറയുന്നത് നമ്പർ ഓഫ് decomposed pairs is 2⁻m−1 -1. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഒരു 2019 സ്കീമിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ: prove that a graph G containing m edges can be decomposed into 2⁻m−1 -1 different ways. Into pairs of subgraphs G1 and G2. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ G എന്ന ക്യാപിറ്റൽ G എന്ന ഗ്രാഫിനെ G1 G2 പെയർസ് ആയിട്ട് എത്ര ഡീകമ്പോസിഷൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അതിലൂടെ ആൻസർ തന്നിട്ടുണ്ട്, 2⁻m−1 -1 ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫ് പോകുന്നത്, ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് നമ്മുടെ ഗ്രാഫില് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ഗ്രാഫ് G, നമ്മുടെ ഗ്രാഫിലുള്ള എഡ്ജുകളുടെ എണ്ണം എത്രയാണ്? ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് how many edges in our graph? m edges ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിച്ചറിയാം, G contains m edges. ഓക്കെ, അതിനെ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാട്ടോ. നമ്പർ ഓഫ് എഡ്ജസിനെ ഡിനോട്ട് ചെയ്യുന്ന മറ്റൊരു ഡിനോട്ടേഷൻ ആണ് കാർഡിനാലിറ്റി ഓഫ് E of G. കാർഡിനാലിറ്റി മോഡുലസ്, ഇതാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, which is equal to m. So we know that നമ്മുടെ സബ്സെറ്റിന്റെ ഫോർമുല ഉപയോഗിച്ച് then E of G has how many subsets? 2⁻m subsets അല്ലേ? പറയാം, we know that the number of subsets in a set എന്ന് പറയുന്നത് 2⁻m സബ്സെറ്റ് ആണ്. നമ്മൾ അതിന്റെ സെറ്റിന്റെ തന്നെ എഴുതുന്നു കേട്ടോ, കാരണം നമുക്ക് ഈ ഒരു ടേം ആവശ്യമുണ്ട്. എക്സ്ക്ലൂഡിങ് നമുക്ക് ഇവിടെ എംപ്റ്റി സെറ്റും അതുപോലെ ഹോൾ സെറ്റും, എംപ്റ്റി ആൻഡ് ഹോൾ സെറ്റും വേണ്ട. എക്സ്ക്ലൂഡിങ് എംപ്റ്റി ആൻഡ് ഹോൾ സെറ്റ് ഫ്രം ദ സബ്സെറ്റ്. അതായത് ഈ എഡ്ജ് സെറ്റിനെയാണ് കേട്ടോ നമ്മളിപ്പോ സബ്സെറ്റ്സിൽ എടുത്തേക്കുന്നത്. അതായത് എഡ്ജുകൾ എഡ്ജ് സെറ്റ് ഇങ്ങനെ ഒരു സെറ്റാണ്, E1 E2 എക്സെട്ര EM വരെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ സബ്സെറ്റ് വരിക എന്ന് പറയുന്നത് ഈ സെയിം സെറ്റും വരും, പിന്നെന്താണ് നൾ സെറ്റും വരും സബ്സെറ്റിന്റെ ഗ്രൂപ്പിൽ. ഞാനിപ്പോ കാണിച്ചു തന്നു.
പിന്നെ നമ്മൾ അതുപോലെ തന്നെ സിംഗിൾട്ടൺ സെറ്റ്, പെയർ ഓഫ് സെറ്റ്, അങ്ങനെ 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 നമ്മൾ പെയർ ചെയ്യും. എഡ്ജ് സെറ്റിന്റെ അതിൽ 2m സബ്സെറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് എം ടി സെറ്റും വേണ്ട, ഹോൾ സെറ്റും വേണ്ട, ആ ഒരു പെയർ വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ബാക്കി എത്ര സബ്സെറ്റ് ഉണ്ട്? എം ടി സെറ്റിനെയും ഹോൾ സെറ്റിനെയും റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2m നിന്ന് 2 സെറ്റ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ട്? We have anybody? 2m minus അല്ലേ? Yes. 2m minus 2 സെറ്റ് അവിടെ ഉണ്ട്. ഇനി ഞാനിവിടെ അതിൽ നിന്നൊരു എ എന്ന ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. അപ്പൊ E1 E2 എന്നോ ഞാൻ അതിനൊരു പേര് കൊടുക്കുകയാണ്. എ ബി എനി സബ്സെറ്റ്. നമ്മുടെ സബ്സെറ്റുകളിലെ 2m minus 2 സബ്സെറ്റ് ഉണ്ടല്ലോ, അതിൽ എ എന്ന ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. Then assign, ഈ എക്ക് ഞാൻ പേര് കൊടുക്കുകയാണ് E of G1 equal to A. അതുപോലെ തന്നെ E of G2 അടുത്തതെന്ന് പറയുന്നത് A കോംപ്ലിമെന്റ്. എന്താ A കോംപ്ലിമെന്റ്? What is A complement? എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെന്റ്സ് ആയിരിക്കില്ല എ കോംപ്ലിമെന്റിലുള്ളത് അല്ലേ? യെസ്. ഫോർ എക്സാമ്പിൾ, ഒരു യൂണിവേഴ്സൽ സെറ്റ് 10 വരെ എണ്ണമുണ്ട്. ഞാൻ അതിൽ എയിൽ നിന്ന് 2, 4 ഈവൻ നമ്പേഴ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എലമെന്റ്സ് ആയിരിക്കില്ല, ബാക്കി എന്തായിരിക്കും? എയിലില്ലാത്ത യൂണിവേഴ്സലിലുള്ള ബാക്കിയുള്ള എലമെന്റ്സ്, ദാറ്റ് ഇസ് എ കോംപ്ലിമെന്റ്. അപ്പൊ എയിലുള്ളതായിരിക്കില്ല എ കോംപ്ലിമെന്റിൽ. അപ്പൊ നമ്മൾ നമ്മുടെ നമ്പർ ഓഫ് എഡ്ജസിന്റെ കേസ് വെച്ചിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാം. എയും എ കോംപ്ലിമെന്റും എടുത്തു. ഇതായിരിക്കാം one of the required decomposition. ഉറപ്പായിട്ടും എ എന്നൊരു സെറ്റ് എടുത്താൽ എ കോംപ്ലിമെന്റും ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി അല്ലെ? എ യൂണിയൻ എ കോംപ്ലിമെന്റ് എടുത്താൽ ഫുൾ എഡ്ജസും വന്നു. ഇന്റർസെക്ഷൻ എടുത്താൽ എന്തില്ല? കോമൺ ആയിട്ട് ഒന്നുമില്ല. ദാറ്റ് ഇസ് നൾ ഗ്രാഫിലേക്ക് പോരും. നമ്മുടെ കേസിൽ ഇവിടെ എഡ്ജസ് ആണ് കേട്ടോ. എഡ്ജസ് ആണ് ഈ ഇരിക്കുന്ന എയും എ കോംപ്ലിമെന്റിലെ എലമെന്റ്സ്. അപ്പം ഇതായിരിക്കും വിച്ച് ഈസ് ദ വൺ ഓഫ് ദ റിക്വയർഡ് ഡീകമ്പോസിഷൻ. ഉറപ്പായിട്ട് നമുക്കിതൊരു ഡീകമ്പോസിഷൻ ആണ്. ഇനി നമ്മൾ നേരത്തെ എക്സാമ്പിൾ കാണിച്ചതുപോലെ തന്നെ ഇ ഓഫ് G1 എ കോംപ്ലിമെന്റ് എന്ന് കൊടുത്തു, ഇ ഓഫ് G2 എ എന്ന് കൊടുത്തു. ആ പേരുകളെ അങ്ങോട്ട് തിരിച്ചു. അപ്പൊ ഇത് രണ്ടാമത്തെ ഗിവ്സ് ദി സെയിം ഡീകമ്പോസിഷൻ അല്ലേ? വേറെ ചേഞ്ച് ഒന്നുമില്ല, സെയിം ഡീകമ്പോസിഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് കൊടുത്ത് തിരിച്ചാലും വീണ്ടും സെയിം തന്നെ കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Therefore, the number of distinct decomposition becomes, നമ്മുടെ കയ്യിൽ ഇപ്പോ എഡ്ജ് സെറ്റുകൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് 2m-2 ആണ്. അതിൽ തന്നെ നമ്മൾ ഒരു സെറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തന്നെ റെപ്ലിക്ക തിരിച്ചിട്ടാലും കിട്ടും, സെയിം ഡീകമ്പോസിഷൻ കിട്ടും. അപ്പൊ നമ്മൾ എത്ര സെറ്റുകളായിട്ട് തിരിക്കുന്നോ എന്താണെങ്കിലും അതിന്റെ പകുതി എലമെന്റ്സ്, പകുതി ഡീകമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുള്ളൂ. 2 ഡീകമ്പോസിഷൻ ആണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഒന്നാമത്തെ ഡീകമ്പോസിഷനും ഒരു സെയിം ഡീകമ്പോസിഷൻ ഉണ്ടാവും, രണ്ടാമത്തെ സെറ്റിനും മറ്റൊരു സെയിം ഡീകമ്പോസിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും 2m-2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അതായത് പകുതി എടുത്താൽ മതി. 10 ഡീകമ്പോസിഷൻ വന്നാൽ അതിൽ 5 എണ്ണം സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് 10/2, 10ൽ പകുതി എടുത്താൽ മതി. അതുകൊണ്ട് നമ്മുടെ ടോട്ടൽ ഉള്ളത് 2m-2 ആണ്. അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം, which is equal to, we can write 2m-2. അപ്പൊ നമുക്ക് അതിനെ 2 എല്ലാത്തിൽ നിന്നും 2 കോമൺ ആയിട്ട് പുറത്തേക്ക് ഇറക്കാം. അപ്പൊ മുകളിൽ നിന്ന് 2m, അതായത് m-ൽ നിന്ന് ഒരു 2 അങ്ങ് എടുത്തു. അപ്പൊ 2m-1 വരും. ഈ 2ൽ നിന്ന് ഒരു 2 കോമൺ പുറത്തുപോയി. അപ്പൊ ഇവിടെ 1 വരും.
ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, അവർ രണ്ടുപേരും ക്യാൻസൽ ആവും. സോ വി ഗെറ്റ് 2 raised to n minus 1 minus 1. Hence the proof. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ് കേട്ടോ. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. സ്റ്റെപ്സ് എല്ലാം മനസ്സിലാക്കി പോവുക. ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റൊരു കാര്യം സബ്സെറ്റിന്റെ നമ്പർ ഓഫ് സബ്സെറ്റിന്റെ 2 raised to m എന്നുള്ളത്. അവിടെ നമ്മൾ എം ടി സെറ്റും ഹോൾ സെറ്റും എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് രണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻസ് കേട്ടോ. ഡിലീഷൻ ഓഫ് എ വെർട്ടെക്സ് ആൻഡ് ഡിലീഷൻ ഓഫ് an edge. ഒരു ഗ്രാഫിൽ നിന്ന് വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴും എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും ആ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നു എന്ന്. ആ ഗ്രാഫിൽ നിന്ന് ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർട്ടെക്സിനോട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന എല്ലാ എഡ്ജസും റിമൂവ് ആവും. പക്ഷെ ആ ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജ് മാത്രമാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ആ എഡ്ജ് മാത്രമാണ് റിമൂവ് ആവുള്ളൂ. അതിനോട് അഡ്ജസന്റ് ആയിരിക്കുന്ന എഡ്ജസിനൊന്നും പറ്റില്ല. എഡ്ജസ് റിമൈൻസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ദിസ് ഇസ് ജി എന്നൊരു ഗ്രാഫ്. ഞാനിവിടെ ഒരു വെർട്ടെക്സ് വി ഐ എന്നും ഒരു എഡ്ജിന് ഇ ഐ എന്നും കൊടുത്തു. ഞാൻ ഈ ഗ്രാഫിൽ നിന്ന് വി ഐ റിമൂവ് ചെയ്യാൻ പോവാണ്. വി ഐ എന്ന ഗ്രാഫ് റിമൂവ് ചെയ്യാൻ പോവാണ്. വി ഐ എന്ന വെർട്ടെക്സ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ജി മൈനസ് വി ഐ. ഈ വെർട്ടെക്സ് ഞാനിവിടെ റിമൂവ് ചെയ്യുമ്പോൾ ഇതിനോട് ഇൻസിഡന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ട്, ഇതൊരു എഡ്ജ് ഉണ്ട്, ഇതൊരു എഡ്ജ് ഉണ്ട്, 4 എഡ്ജസ് ആണ് നിൽക്കുന്നത്. ആ 4 പേരും കട്ടായി പോകും. സോ ദ ന്യൂ ഗ്രാഫ് ഈസ്, അപ്പോൾ അതാണ് ഡിലീഷൻ ഓഫ് എ വെർട്ടെക്സ്. വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിനോട് അഡ്ജസന്റ് ആയിട്ടുള്ള എല്ലാ എഡ്ജസും റിമൂവ് ആവും. നമ്മുടെ റിമൈനിങ് ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്, ജി മൈനസ് വി ഐ. ഇനി നമ്മളിവിടെ ഇ ഐ എന്ന എഡ്ജ് ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ആ എഡ്ജ് മാത്രമാണ് ഡിലീറ്റ് ആവുള്ളൂ. വിച്ച് മീൻസ് ഡസ് നോട്ട് ഇംപ്ലൈ ദ വെർട്ടിസസ്, എന്റെ വെർട്ടിസസ് റിമൂവ് ആവില്ല. ആ എഡ്ജ് മാത്രമാണ് റിമൂവ് ആവുള്ളൂ. Therefore G minus EI means the graph itself only deletion of that edge only, which does not imply deletion of its end vertices. Okay, our edge മാത്രമാണ് ഡിലീറ്റ് ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഡിലീഷൻ ഓഫ്, അതൊരു ജസ്റ്റ് ഒരു കാര്യട്ടോ, അതൊക്കെ നമുക്ക് പല തിയറത്തിലൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു. അടുത്തത് ഫ്യൂഷൻ ഓഫ് എ പെയർ ഓഫ് വെർട്ടിസസ്. ഫ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് നോക്കുക. എ പെയർ എന്ന് പറഞ്ഞാൽ 2 വെർട്ടിസസ് ഉണ്ടാവും, 2 പേരെ ഒന്നാക്കുക. അതായത് ഞാനതൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിവിടെ വരച്ച സെയിം ഗ്രാഫിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ, അതുപോലെ എഡ്ജസിന്റെ പേര് 1 2 3 4 5 6 7. ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഗ്രാഫ്. അത് ഞാൻ ജി മൈനസ് ഇയുടെ എക്സാമ്പിളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. സെയിം ഗ്രാഫ്. ഇവിടെ ഞാൻ സിയും ഡിയും എന്ന 2 വെർട്ടെക്സിനെ ഫ്യൂസ് ചെയ്യാൻ പോവാണ്. ഫ്യൂസ് ദ വെർട്ടീസസ് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഫ്യൂസ് ദ വെർട്ടീസസ്, പെയർ ഓഫ് വെർട്ടീസസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 2 പേര് സി ആൻഡ് ഡി.
അതായത് ഇതങ്ങ് ചുരുങ്ങി ഒറ്റ വെർട്ടെക്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്താവും, ഒറ്റ വെർട്ടെക്സ് ആകുമ്പോൾ ഈ വെർട്ടെക്സിന്റെ പേര് മാറി സി ഡി എന്നാകും. ഇതിൽ വന്നിരിക്കുന്ന ഇവരോട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന എല്ലാ എഡ്ജസും ഈ സി ഡിയിലേക്ക് മാറും. നമുക്കത് നോക്കാം, ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വെർട്ടിസസ് എ ബി അല്ലെ, സിയും ഡിയും ആണ് ഫ്യൂസ് ആവാൻ പോകുന്നത്. ഈ സിയും ഡിയും കൂടെ കൂടി ഒരുമിച്ചാവും. ഈ അങ്ങനെ തന്നെയുണ്ട്, ഈ ഇവിടെയുണ്ട്. സിയും ഡിയും കൂടെ കൂടി ഒറ്റ വെർട്ടെക്സ് ആയി. അതിന് ഞാനൊന്ന് ഡാർക്ക് ചെയ്യാം. ദിസ് ഇസ് സി ഡി. ബാക്കിയുള്ള എ ബിയിലുള്ള എഡ്ജ് 1 അങ്ങനെ തന്നെ. പിന്നെന്താണ് നോക്കിക്കേ, ബിയിൽ നിന്ന് സിയിലേക്ക് ഉണ്ട്, എയിൽ നിന്ന് സിയിലേക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സിയിലേക്ക് വരയ്ക്കാം, സി ഡിയിലേക്ക് വരയ്ക്കാം. പേരും കൊടുത്തേക്കാം. അതുപോലെ എയിൽ നിന്ന് ഡിയിലേക്കുണ്ട് അല്ലെ, അതും ഇങ്ങനെ തന്നെ പാരലൽ എഡ്ജ് ആയിട്ട് 7. അതുപോലെ തന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക് 6 എന്നുള്ള ഒരു എഡ്ജ് ഉണ്ട്. അതിനെങ്ങനെ വരയ്ക്കും, ലൈക്ക് എ ലൂപ്പ്, 6th എഡ്ജ്. ദെൻ ഇയിലേക്കുള്ള ബാക്കിയുള്ള എഡ്ജസ്. ഓക്കെ, ദിസ് ഇസ് ദ ഫ്യൂഷൻ ഓഫ് വെർട്ടെക്സ്. ഞാൻ അതിൽ 1-2 എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, നോട്ടിൽ ഉണ്ടാവും. ഈ നോട്ട്സ് ഇവിടെ വരെയുള്ള നോട്ട്സ് ഞാൻ തന്നേക്കുന്നതല്ലേ. ഓക്കെ, അടുത്തതൊരു തിയറാണ്. ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. തിയറും പിന്നെ ഹാമിൽട്ടോണിയൻ എന്നുള്ളൊരു സെക്ഷനുമാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് തീർക്കാം. ഈ നോട്ട് ഇവിടെ വരെയുള്ള നോട്ട് തന്നു. Take your attendance.